ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊടുന്ന ചെടികളാണ് ഇതൊക്കെ. ഇത് ബാൾസത്തിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ. ഇത് പിന്നെ ബൊഗെയിൻവില്ലയുടെയാണ്. ഇതിൻ്റെ ഒന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും. അത് 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തെച്ചി 4-5 വെറൈറ്റി ഉണ്ട് കേട്ടോ. മഞ്ഞ, അതുപോലെ റെഡ്, ഓറഞ്ച്, അങ്ങനെ 4 വെറൈറ്റി തെച്ചിണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ചുമപ്പ് പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ചെടി. ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളാണ് കേട്ടോ. എന്നാലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിലേറെ നല്ലത് നമ്മുടെ നാടൻ ചെടികളാണ്. കാരണം അത് എന്നും നിലനിൽക്കും കേട്ടോ. നഴ്സറിയിലത്തെ ഇല്ല എന്നല്ല, എന്നാലും നമ്മുടെ നാടൻ ചെടികളാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇതായി വർക്ക് കണ്ടോ, ഇതിപ്പോൾ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല പോലെ പട്ടികളുടെ ശല്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ കയറി കിടക്കുകയൊക്കെ ചെയ്തിട്ട് ചെടികളൊക്കെ ഒരുപാട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്തതാണിത്. ഞങ്ങളിപ്പോൾ വീട് പുതിയത് വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അധികം പണികളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, നിലം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് വെക്കേണ്ടി വന്നു പട്ടികളുടെ ശല്യം കാരണം കേട്ടോ. റോസുകളിലൊക്കെ നല്ല പോലെ മുട്ടുകളും പൂവുകളൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ കൊണ്ടുവന്ന ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കാറ് കേട്ടോ. ഇത് നമ്മുടെ ഫോണൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിട്ട് വെച്ച് കൊടുക്കില്ല, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലാണ് വീഡിയോ സെറ്റ് ചെയ്യാറ്. നല്ല ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. എന്നാലും ഏതൊരു കാര്യത്തിനും നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ സാധിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം കഷ്ടപ്പാടിനൊരു പ്രതിഫലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലാന്റുകളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ്, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് അതൊന്ന് നട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു 2-3 ഗ്രോ ബാഗ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ചീഞ്ഞ് പോയപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിലാണ് ഒന്ന് നട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് പോട്ടിങ്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് കരിയില കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ പച്ച ഇല തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എല്ലാത്തിൻ്റെയും അടിയിലായിട്ട് നമ്മളൊന്ന് കുറച്ച് ഭാഗം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് നിറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോളൊന്നും വന്നിട്ട് മണ്ണൊന്നും വന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുമല്ല ഈ ഇലകളൊക്കെ ചീഞ്ഞിട്ട് അതിന് വളാവും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് പകുതി ഭാഗം മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലാന്റൊക്കെ ഒന്ന് നട്ടു കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ എടുക്കുന്നതായി ബാൾസത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇത് വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വേറെ കട്ടിങ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ട് പൂവൊന്നും വന്നിട്ടില്ല, അതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഈ തെച്ചി ഇതിൽ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വിങ്കാ റോസിൻ്റെ നല്ല അടിപൊളി കളറാട്ടോ. റെഡ് കളർ വിങ്കാ റോസിൻ്റെ തൈ കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് നട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ കളറ് കാണാൻ. അതിൻ്റെ കളറ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറിയ തൈയാണ് അത് പറിച്ചു കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് തണലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഷെയ്ഡിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേരൊക്കെ പിടിച്ച് സെറ്റായിട്ട് നമുക്ക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി മുൻഭാഗത്തെ ചെടികളുടെ ചുവട്ടിലൊക്കെ നല്ലപോലെ മണ്ണൊക്കെ വന്നിട്ട് അവിടെ അഴുക്കായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. ഒന്ന് സെറ്റാക്കി വെക്കണം ചെടികളൊക്കെ ഒന്ന്. അതിന് വേണ്ടിയിട്ട് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ പാർന്നൊന്ന് അടിച്ച് കൊടുത്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് വേണം ചെടികളൊക്കെ വെക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ പാർന്ന് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒരു 2 കല്ല് 2 സൈഡിലും വെച്ചിട്ട് ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ സ്റ്റാൻഡാണ്. കണ്ട വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഓക്കെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതെങ്ങനെയൊക്കെയാണ് ചെടികൾ വെച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ചെറിയ വീടാണ്. നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ ചേർന്നിട്ടാണ് കേട്ടോ ഈ പടവ് വീണിട്ടുണ്ടായിരുന്നത്. നല്ല മഴയിൽ വീണതാണ് കേട്ടോ.
ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പടുത്ത് ഉയർത്തിയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നല്ല പോലെ ഫുള്ളായിട്ട് വീണ് പോയിട്ടുണ്ടായിരുന്നു. ഓരോ കഷ്ടകാലങ്ങളെന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടണേ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.